സജിതയുടെ മക്കളായ അതുല്യയ്ക്കും അഖിലയും സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണ്. കാരണം ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് ലഭിച്ചത്. ചെന്താമര എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നങ്ങളിൽ ഒന്നാണ് ചെന്താമര. കാരണം തങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തി, അച്ഛനെ കൊലപ്പെടുത്തി, മുത്തശ്ശനെ കൊലപ്പെടുത്തി, മാത്രമല്ല തങ്ങളെ ചേർന്ന് നിൽക്കുന്നവരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ ഒരാൾക്കാണ് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത്. സജിത വധക്കേസിൽ അവർ പലപ്പോഴും തൂക്കുകയറാണ് ആവശ്യപ്പെട്ടതെങ്കിൽ കൂടി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിൽ അവർക്ക് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്നു. അതേസമയം ഇനി മറ്റ് കേസുകൾ, അതായത് സജിതയുടെ ഭർത്താവിന്റെ അമ്മയും കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതകം കേസ് ഇനി കോടതി പരിഗണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കേസിലൊക്കെ കൂടുതൽ ഉയർന്ന ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദി. അതേസമയം തന്നെ സജിതയുടെ മക്കൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അവർക്ക് സർക്കാർ ജോലി അടക്കമുള്ള സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് സജിതയുടെ ബന്ധുക്കളും പറഞ്ഞു. എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ്, അഡ്രസ്സ് ഇല്ലാണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഭാഗം കോടതിയെ സമീപിക്കുന്നുണ്ട്, ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അതേസമയം തന്നെ സജിതയുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല.